ഇന്ത്യയിലെ തട്ടിക്കൂട്ട് സംവിധാനം ഇന്ത്യ മുന്നണി തങ്ങളുടെ പണി അവസാനിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇത് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ആരാണ്? രാഹുൽ ഗാന്ധി. സ്വന്തം കഴിവ് ഉപയോഗിച്ച് പരമാവധി സംസ്ഥാനങ്ങളിൽ മത്സരിക്കുക, സീറ്റുകൾ വർദ്ധിപ്പിക്കുക, ഇനിയൊരു സഖ്യം വേണ്ട. രാഹുലിൻ്റെ നിർദ്ദേശം. ഇത് എന്തായിരിക്കും പെട്ടെന്നൊരു തീരുമാനത്തിലേക്ക്? ഒരു ഭാഗം കൂടി കൂട്ടിച്ചേർക്കണം. നശിപ്പിക്കുക സ്വന്തം കഴിവ് ഉപയോഗിച്ചുകൊണ്ട്. കൂട്ടിച്ചേർത്ത പോലത്തെ നശിപ്പിക്കുകയും വേണമല്ലോ. കാരണം ഒരു മുഴ നീട്ടിയിടുന്നതാണ്. മറ്റുള്ളവർ ഇയാളെ പുറത്താക്കുന്നതിന് മുമ്പ് തന്നെ അവരെ ഞാൻ പുറത്താക്കും എന്ന് പറയുന്ന ഒരു വാക്കായിപ്പോയി ഇത്. കാരണം എല്ലാവരുടെ ഭാഗത്തു നിന്നും ഇയാൾ നേതൃത്വം കൊടുത്തതാണ് ഇത് തകർച്ചയിലേക്ക് എന്നുള്ളത് വന്നു. കോൺഗ്രസ് പാർട്ടിയുടെ സമുന്നതരായുള്ള ആളുകൾ ബഹുമാനിക്കുന്ന നേതാക്കന്മാർ മുഴുവൻ ഒരക്ഷരം മിണ്ടുന്നില്ല. ആകെയുള്ളത് കേരളത്തിൽ നിന്നുള്ള ഒരു നേതാവാണ് കൂടെ നടക്കാൻ. തത്തമ്മയെ പൂച്ച പൂച്ച എന്ന് പറഞ്ഞ് കൂടെ നടന്ന് പറയുന്നത് ശരി, അതും ശരി 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 എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് പലതരത്തിലുള്ള നേട്ടങ്ങളുണ്ടാവും. അദ്ദേഹത്തിൻ്റെ കുറിച്ചുള്ള സർവ്വ കാര്യങ്ങൾ അന്വേഷണം നടത്തണം. ശരിക്കും അത് ഭാഗത്ത് നിൽക്കട്ടെ. അല്ല, അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു മലയാളിയായ അദ്ദേഹം ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ രാഹുൽ ഗാന്ധിയുടെ വലങ്കയായി നിൽക്കുന്നത് തന്നെ ഒരു പവറാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ആ പവറുണ്ട്. ആ പവറിൻ്റെ പേരിൽ കോൺഗ്രസ് ഇന്ന് എന്താ ചെയ്യുന്നത്? സോണിയാഗാന്ധിയുടെ മക്കളും സോണിയാഗാന്ധി എല്ലാം കൂടിയിട്ട് എന്തെല്ലാം തട്ടിപ്പാണ് നടത്തിയത്. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ അയാൾ പഠിച്ചല്ലോ. അത് വലിയ നാട്ടല്ലേ. അപ്പം അയാളാണ് കൂടെ ഉള്ളത്. വേറെ ആരെങ്കിലും ഇദ്ദേഹം അല്ലാതെ കേരളത്തിൽ നിന്ന ആൾക്കാരല്ലാത്ത കുറച്ച് സ്പോക്സ്മാൻ ആൾക്കാരുണ്ടാകും. ബാക്കി ആരും തന്നെ ഒരു അക്ഷരം മിണ്ടുന്നില്ല. അപ്പം ഇയാളുടെ ചെയ്തികൾ, രാഹുൽ ഗാന്ധിയുടെ ചെയ്തികൾ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തന്നെ നേതൃത്വങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള തെളിവല്ലേ. അപ്പം സ്വയമായി ഞാൻ ആളാണ്, പിന്നെ കൂടെ നടത്തുന്നത് എൻ്റെ അനിയത്തിയാണ്. അത് ഞാനും എൻ്റെ അനിയത്തി, എൻ്റെ അമ്മയും എൻ്റെ അനിയത്തി, ഞാൻ എൻ്റെ അനിയത്തി അമ്മയും ഈ വിധത്തിൽ രാഷ്ട്രീയത്തെ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന, ആ നിർദ്ദേശം അനുസരിച്ച് പെരുമാറുന്ന പാർട്ടിയുടെ കുറേ നേതാക്കന്മാർ, ഞാൻ എല്ലാവരും പറയുന്നില്ല, ഇവരെല്ലാം മതിയാക്കി. കാരണം ഞങ്ങൾ തുടക്കമിട്ടു, ഞങ്ങൾ മതിയാക്കുന്നു. പക്ഷേ അതിനിടയിൽ ഈ നരേന്ദ്രമോദിയുടെ ഒരു പ്രസംഗമുണ്ട്. ഈ രാഹുൽ ഗാന്ധിയോടൊപ്പം കോൺഗ്രസിനോടൊപ്പം കൂടെ നിൽക്കുന്ന എല്ലാ പാർട്ടികളും തകർച്ചയിലേക്ക് പോവുകയാണെന്നത്, അത് ഈ സ്വന്തം പാർട്ടികൾ തിരിച്ചറിഞ്ഞിരിക്കുമോ? സ്വാഭാവികമാണല്ലോ. കാരണം നരേന്ദ്രമോദി അത് പറഞ്ഞത് സത്യസന്ധമായുള്ള കാര്യമാണ്. ആരൊട്ടിപ്പിടിച്ച് നിൽക്കുന്നോ അവർക്ക് സംഭവിക്കുന്ന പരാജയങ്ങൾ, അവരുണ്ടാകുന്ന നൂലാമാലകൾ സ്വാഭാവികമായിട്ടും കൂടെ നിൽക്കുന്നവരെല്ലാവരും ബാധിക്കും. ആ കുടുംബമാണെങ്കിലും ബിസിനസ്സാണെങ്കിലും വേറെ ഏത് കാര്യമാണെങ്കിലും നേതൃത്വം കൊടുക്കുന്ന ആൾ ആരാണോ, അയാൾക്ക് കഴിവുണ്ടെങ്കിലും കഴിവില്ലെങ്കിൽ ആൾ ചെയ്യുന്ന നല്ലതാണെങ്കിൽ നല്ലത്, ചീത്തയാണെങ്കിൽ എല്ലാവരെയും ബാധിക്കും. നല്ലതാണെങ്കിലും ബാധിക്കും. ഇവിടെ നടക്കുന്നത് മുഴുവൻ ഇദ്ദേഹത്തിൻ്റെ നാവ് കൊണ്ടുള്ള കസർത്ത്, അതിൻ്റെ പരാജയം, ഇയാളുടെ ശരീരഭാഷ കൊണ്ടുള്ള പരാജയം, രാജ്യദ്രോഹ പ്രസംഗങ്ങൾ കൊണ്ടുള്ള പരാജയം, കുടുംബപരമായിട്ടുള്ള സ്വത്ത് സമ്പാദിക്കലിൽ ഉണ്ടാകുന്ന, പാർട്ടിക്കുള്ളിലുണ്ടാകുന്ന പരാജയം, ഇതെല്ലാം തന്നെ ഇയാളെ കൂടെ നിൽക്കുന്ന ഇന്ത്യ മുന്നണിയുടെ ആൾക്കാരെയും ബാധിക്കുന്നുണ്ട്. കാരണം ആ കണ്ണുകൊണ്ടല്ലേ അവരെയും കാണുള്ളൂ. ഇയാൾ പറഞ്ഞ കേട്ടുകൊണ്ടായിരിക്കില്ല കുറച്ച് ആൾക്കാരെങ്കിലും അതിൽ പ്രവർത്തിക്കുന്നുണ്ടാകാം. അപ്പം ഇവർക്കൊരു ബാധ്യതയായി തീർന്നു എന്നുള്ളത് മനസ്സിലാക്കണം. ആ ബാധ്യതയായി തീർന്നതിന് ശേഷം ഇയാൾ അടിച്ച് പുറത്താക്കുന്നതിൻ്റെ മുമ്പ്, അല്ലെങ്കിൽ ചവിട്ടി പുറത്താക്കുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് രഹസ്യമായിട്ട് ഇയാളുടെ ആരോ പറഞ്ഞു കൊടുത്തു. ഇനി എല്ലാ സംസ്ഥാനങ്ങളിലും, പരമാവധി സംസ്ഥാനങ്ങളിൽ ഒറ്റയ്ക്ക് മത്സരിച്ച് സ്വന്തം കഴിവ് തെളിയിക്കുമെന്നാണ് പറയുന്നത്. അത് ഒറ്റയ്ക്ക് മത്സരിക്കട്ടെ. അതാണ് വീമ്പളക്കാറില്ലേ, ഞാൻ കാണിച്ചു തരാം. ചില സിനിമയിലൊക്കെ കാണാറില്ലേ, കാണിച്ചു തരാമെന്നും പറഞ്ഞിട്ട് ഈ ഗ്രൗണ്ടിലൊക്കെ കളിക്കുന്ന സമയത്ത് ചില കുട്ടികളുണ്ട്, ഞാൻ നിന്നെ കാണിച്ചു തരാം. ഇത് ഇയാളുടെയും ബുദ്ധി അത്രയേ ഉള്ളൂ. അപ്പം ആ വാക്ക് ഉപയോഗിക്കുകയാണ്, ഞാൻ കാണിച്ചു തരാം, ഞങ്ങൾ ജയിച്ച് കാണിച്ചു തരാം, ഞങ്ങൾ ഒറ്റയ്ക്ക് നിന്നിട്ട് കാണിച്ചു തരാം. ഒറ്റയ്ക്ക് നിന്നിട്ട് കാണിച്ചു കൊടുക്കട്ടെ. അങ്ങനെ വേണം. ചിലപ്പോൾ എല്ലാ പാർട്ടിക്കാരും അങ്ങനെ വേണമെന്നാണ് ഞാൻ
നമ്മളൊക്കെ അഭിപ്രായം. എല്ലാ പാർട്ടിക്കാരും ഒറ്റയ്ക്ക് മത്സരിക്കുക, എന്നിട്ട് ജയിച്ചു പറ്റുന്നവർ അവരുടെ കൂട്ട് ഇതില്ലാതെ, ഇല്ലെങ്കിൽ ഒരേ ശക്തന്മാരായുള്ള ആൾക്കാർ കൂട്ടുകൂടട്ടെ, എന്നിട്ട് ജയിക്കട്ടെ. ഇത് അല്ലാതെ കുട്ടികളെ ഗ്രൗണ്ടിൽ പറയും പോലെ വീട്ടിലെ പിന്നെ ചെറിയ കുട്ടികളെ മറ്റുള്ള മുതിർന്നവരെല്ലാം കൂടി പറഞ്ഞിട്ട് ആ സമയത്ത് കുട്ടികൾ വീമ്പളക്കും പോലെ കുട്ടിത്തരം എന്ന് ഇതിന് പറയാൻ പറ്റുള്ളൂ. ഏതായാലും ആ കുട്ടിത്തരം അവർ നടത്തിയിട്ട് ആരെങ്കിലും സഹതാപത്തോടു കൂടി നോക്കിക്കണ്ടിട്ട് ഉയർത്തിക്കൊണ്ടുവരുന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ടായിരിക്കും. സഹതാപ തരംഗം എന്ന് പറയാൻ പറ്റില്ല. സഹതാപത്തോടു കൂടി ആരെങ്കിലും നോക്കിക്കാണണം, നോക്കിക്കണ്ടിട്ട് വിജയിപ്പിച്ചെടുക്കും എന്നുള്ള പ്രതീക്ഷയിലായിരിക്കാം രാഹുൽ ഗാന്ധി ഞങ്ങൾ ഒറ്റയ്ക്ക് നിന്നിട്ട് ജയിച്ച് കാണിച്ചു കൊടുക്കാം എന്ന് പറയുന്നത്. എത്ര കൊല്ലം മുമ്പാണ് ഭാരതം സ്വാതന്ത്ര്യം നേടിയ. അല്ലെ അതെ, ആ കുടുംബത്തിൽ നിന്നും പുറത്തു വരാൻ കഴിഞ്ഞാൽ, നെഹ്റു കുടുംബത്തിൽ നിന്ന് പുറത്തു വരാൻ കഴിഞ്ഞാൽ കോൺഗ്രസ് രക്ഷപ്പെടുമോ? പലരും പറയുന്നത് കോൺഗ്രസിനെ ഐക്യപ്പെടുത്തുന്നത്, പിടിച്ചു നിർത്തുന്നത് നെഹ്റു കുടുംബമാണെന്ന് പറയുന്നു. അതാണോ ശരി? അതോ ഈ നെഹ്റു കുടുംബം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പിന്നോട്ട് പോവുകയാണെങ്കിൽ ഈ പാർട്ടിക്ക് ഉയർച്ച ഉണ്ടാകുമോ? പാർട്ടി ഉയർച്ച ഉണ്ടാകണമെന്നില്ല. നെഹ്റു കുടുംബത്തിനെ രക്ഷപ്പെടുത്തണം. നെഹ്റു കുടുംബം സ്വയം രക്ഷപ്പെടണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അതിന് അവർക്ക് പാർട്ടി വേണം. അതിനുവേണ്ടി അവർ പരമാവധി ശ്രമിക്കും. അല്ല, നെഹ്റു കുടുംബം ഒഴിവാകുകയാണെങ്കിൽ പാർട്ടി വളർച്ച ഉണ്ടാവും എന്നുള്ളത് അല്ല. പലരും പറയുന്നത് ഇതിന്റെ സംഘടനാ സംവിധാനം അനുസരിച്ച് ഒരു കുടുംബം അല്ലാതെ മറ്റു നേതാക്കളെ ഇവർ അംഗീകരിക്കില്ല. ഏതെങ്കിലും നേതാവ് വളർന്നു വരികയാണെങ്കിൽ അതോടുകൂടി ബാക്കിയുള്ള ആൾക്കാർ പറയുന്നത് ശരിയായി മാറും. കാരണം കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുന്ന കുറേ ആളെങ്കിലും ഉണ്ട്. അങ്ങനെ ഒരിക്കലും ഉണ്ടാകരുത് എന്നുള്ളത് വേറെ ഒരു അഭിപ്രായം. ഞാൻ ആ അഭിപ്രായക്കാരനാണ്. ഒരു ശക്തിയുള്ള പിന്നെ എത്ര കാലം പ്രതിപക്ഷം വേണം. ആ പ്രതിപക്ഷം നെഹ്റു കുടുംബത്തിൻ്റെ ആൾക്കാർ തന്നെ ആയിക്കൊള്ളുന്നില്ല, അത് വേറെ കാര്യം. ഏതായാലും ഒന്നും ഇല്ലാതെ ആകരുത്. അതിന് പകരം ആൾക്കാർ വരെ ഇല്ലാതെയാക്കണം, ജനങ്ങളില്ലാതെയാക്കണം. ജനങ്ങൾക്ക് ആഗ്രഹമില്ലാത്ത പാർട്ടിയെ, സംവിധാനത്തെ, ആദർശത്തെ, ആശയത്തെ, ഇതിനെല്ലാം ജനങ്ങൾ തന്നെ, ജനാധിപത്യ രീതിയിൽ ചിന്തിക്കും, ജനങ്ങൾ തന്നെ ഇല്ലാതെയാക്കണം. അവസാനം നെഹ്റു കുടുംബത്തിൽ നിന്ന് ഈ പാർട്ടി വേറിട്ട് പോന്നാൽ നെഹ്റു കുടുംബം അതുകൂടി തകരും, ഇല്ലാതെയാവും. ഈ പാർട്ടിക്കിൽ നിന്ന് സത്യസന്ധമായുള്ള അന്വേഷണം നടത്തിയിട്ട് ഇവർ ചെയ്ത കോപ്രായത്തരങ്ങൾ മുഴുവൻ പുറത്തുകൊണ്ടുവരാൻ സാധിക്കണം. അങ്ങനത്തെ കുറച്ച് നേതാക്കന്മാർ കോൺഗ്രസിൻ്റെ അകത്ത് തന്നെയുണ്ട്. കുറച്ച് നേതാക്കന്മാർ കോൺഗ്രസിൻ്റെ അകത്ത് തന്നെയുണ്ട്, കേരളത്തിലുണ്ട് ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർ. അപ്പം നെഹ്റു കുടുംബം ചെയ്തിരുന്ന ആദ്യം മുതലേ ചെയ്ത മുഴുവൻ കാര്യങ്ങൾ, നെഹ്റുവിനെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി അതിൻ്റെ മുമ്പ് ചില നേതാക്കന്മാർ ചെയ്തിരുന്ന കാര്യങ്ങൾ, ഇതൊക്കെ ജനങ്ങൾ കാണട്ടെ, ജനങ്ങൾ മനസ്സിലാക്കട്ടെ, ജനങ്ങൾ പഠിക്കട്ടെ. അത് നടക്കുന്നതോടുകൂടി തന്നെ ഇവർ മാറിക്കഴിഞ്ഞാൽ കോൺഗ്രസ് ആ ആശയമല്ലാതെ ഏതായിരുന്നോ ആദ്യം വിഭാവനം ചെയ്തിരുന്നത്, എന്തിനു വേണ്ടിയിട്ടായിരുന്നോ കോൺഗ്രസ് പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുവന്നത്, ഏതൊരാശയത്തിന് വേണ്ടിയിട്ടായിരുന്നോ അത് തുടങ്ങിയിരുന്നത്, ആ രീതിയിലേക്ക് ഇന്ന് കോൺഗ്രസ് മാറാൻ സാധിക്കുകയാണെങ്കിൽ ആ കോൺഗ്രസ് പ്രതിപക്ഷത്തെങ്കിലും ഉണ്ടാകാൻ സാധിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഉണ്ടായാൽ നല്ലതാണ്. കാരണം അത്തരം ഒരു ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റും. ഇപ്പം വിദേശത്ത് പോയി കഴിഞ്ഞാൽ പ്രതിപക്ഷത്തിരിക്കുന്നവരാണെങ്കിലും ആ പാർട്ടിക്കൊക്കെ ഒരു ചില പ്രാധാന്യങ്ങൾ ഉണ്ടാകുമല്ലോ. ആ നിലയ്ക്ക് ആ പാർട്ടി ഉണ്ടാകണം എന്നാണ് പറയുന്നത് എൻ്റെ അഭിപ്രായം. ആ പാർട്ടി ഉണ്ടാകണം. കോൺഗ്രസ് പോകാൻ പാടില്ല, കോൺഗ്രസ് ഉണ്ടാകണം. പക്ഷേ യഥാർത്ഥ കോൺഗ്രസ്സായി മാറാൻ ഇവർ പുറത്ത് പോയി കഴിഞ്ഞാൽ സാധിച്ചാൽ അത് വളരെ നല്ലതല്ലേ? അത് കോൺഗ്രസ് നല്ലതാണ്, നാടിന് നല്ലതാണ്, സമൂഹത്തിന് നല്ലതാണ്, രാഷ്ട്രീയ പാർട്ടികൾക്കും നല്ലതാണ്. അങ്ങനെ ചിലപ്പം അതുകൊണ്ട് സ്വാഗതം ചെയ്യുന്നുണ്ട് അവരെ കൂടെ തന്നെയുള്ള ആൾക്കാർ. ഏതായാലും ഇദ്ദേഹം പറയുന്നത് കളിക്കുട്ടികൾ പറയുന്ന, തമ്മിലടിക്കുന്ന സമയത്ത് കുട്ടികൾ പറയുന്നത് എന്നാൽ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞാൽ ആ പറച്ചിലാണെന്നുള്ളത് അതിൽ മനസ്സിലാക്കേണ്ടത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.